മലയാളി പ്രേക്ഷകർ എപ്പോഴും വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഒരു താരമാണ് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ. എത്രയൊക്കെ പറഞ്ഞാലും മഞ്ജുവിനോടുള്ള ആരാധന എപ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ പങ്കുവയ്ക്കുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്ന വാർത്തയായി ഇത് വളരെയധികം വേഗത്തിൽ മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രീതി അത് വളരെയധികം നേടുന്ന മഞ്ജു ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വിവാഹത്തെക്കുറിച്ചുള്ള 2 വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വിവാഹം കൊണ്ട് ഒന്നും അവസാനിക്കില്ല. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. ഇപ്പോൾ വികാരഭരിതമായി തന്നെ മഞ്ജു വേദിയിൽ വെച്ച് പറയുമ്പോൾ എല്ലാവരും കയ്യടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. മഞ്ജുവിൻ്റെ അനുഭവം എന്നതും മഞ്ജുവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒരു സ്ത്രീ എന്ന കാര്യത്തിൽ അനുഭവിക്കേണ്ടി വന്നത് എന്നതുൾപ്പെടെ വേദിയിൽ വെച്ച് മഞ്ജു പറയാൻ മടി കാണിക്കുന്നില്ല. എല്ലാവരും ആ വാക്കുകളിലേക്കാണ് നോക്കിയിരുന്നത്. മഞ്ജു ഇത്രമാത്രം വെളിപ്പെടുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരും ആ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുകയും ചെയ്യുന്നത്. മഞ്ജു എങ്ങനെയാണ് അത് തരണം ചെയ്തതെന്ന് പലപ്പോഴും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പലർക്കും പല കാര്യങ്ങൾ തന്നെ അറിയണമെന്നുണ്ടായിരുന്നു. എന്നിട്ടും പലരും ചോദിക്കുകയും ചെയ്തില്ല, പലരും പറയുകയും ചെയ്തില്ല. വിവാഹം എന്നത് ഒന്നിൻ്റെയും അവസാനമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. പലപ്പോഴും നിങ്ങൾക്ക് അത്തരത്തിലൊരു അബദ്ധം പറ്റാം. പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ ഇടയിലെ ചിന്തകളെല്ലാം തന്നെ മാറി മറിയാം. പക്ഷേ എന്തു തന്നെ ആയാലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹം ഒന്നിൻ്റെയും അവസാനമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം എല്ലാത്തിൻ്റെയും തുടക്കം മാത്രമായിരിക്കണം. അതൊരു ഭാഗം മാത്രമായിരിക്കണം. എല്ലാം അതിലേക്ക് ചുരുങ്ങിപ്പോകാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് വികാരഭരിതമായ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ എടുത്തു പറയുന്നത്. മഞ്ജു ആ വാക്കുകൾ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട പല സംഭവങ്ങളെക്കുറിച്ച് തന്നെയാണ്. മഞ്ജു ഇത് തുറന്നു പറയണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ബക്കറ്റ് ലിസ്റ്റ്, ഒരു വിഷ് ലിസ്റ്റ് എനിക്കുമുണ്ട്. ആ വിഷ് ലിസ്റ്റ് സാധിച്ചെടുക്കാൻ ഞാനും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വളരെ ചെറിയ വിഷ് ലിസ്റ്റാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്കത് വലുത് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ അങ്ങനെ കരുതിയിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് തോന്നി. എല്ലാം ഉണ്ടാക്കി വെക്കുന്നത് പോലെ തന്നെ വെറുതെ ഇരുന്നാൽ മതിയല്ലല്ലോ എന്ന് തോന്നി. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത് എന്ന് പറയണമല്ലോ. പ്രേക്ഷകർ വളരെയധികം പ്രീതിയോടെ തന്നെ കാണുകയും ചെയ്യുകയാണ്. ബൈക്ക് ഓടിക്കണമെന്നും ബൈക്കിൻ്റെ പിന്നാലെ ഇരുന്ന കാലം മുതൽ തന്നെ എനിക്ക് തോന്നിയ ഒന്നാണ്. ഡ്രൈവിംഗ് പഠിക്കണമെന്നും അത് അതിയായ ആഗ്രഹത്തോടെ തന്നെ ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യുമായിരുന്നു. കാറ് മാത്രമല്ല, ബൈക്ക് ഓടിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അച്ഛൻ്റെ പുറകിലിരുന്ന് ബൈക്കിൽ പോയിക്കൊണ്ടിരുന്ന സമയമോർത്തു തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെയെല്ലാം മനസ്സിലുണ്ടായിരുന്നുവെന്ന് മഞ്ജു പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.